ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. മണലാടി പാറപ്പുറം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതായി പരാതി. ജലനിധി പദ്ധതിയിൽ നിന്നും ലഭിച്ചിരുന്ന കുടിവെള്ളം നിലച്ചിട്ട് 1 വർഷത്തോളമായെന്നും ജനങ്ങൾ പറയുന്നു. 1 വർഷത്തിൽ കൂടുതലായി കുടിവെള്ളത്തിനാണ് ഭയങ്കര ക്ഷാമം. ഇവിടെ എവിടെയും കിണറ്റിൽ പോലും വെള്ളമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത് ശരിയാക്കി തരിക. വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ വെള്ളം ഒരാളും ഉപയോഗിക്കുന്നില്ല. അത് എല്ലാ വീട്ടിലും ഒരുവിധമായിട്ടുള്ളൊക്കെ ബോർവെള്ളം ഉണ്ട്. ഈ ബോർവെള്ളം നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ആ വീട്ടുകാരൊക്കെ നമ്മളെ ചീത്ത പറയുക, കമ്മിറ്റിക്കാരെ ചീത്ത പറയുക. പൈസ കിട്ടാൻ ബുദ്ധിമുട്ട്, കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ബോർവെള്ളം ആർക്കും വേണ്ട. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരികയാണ് വേണ്ടത്. പ്രദേശത്തെ 54ഓളം കുടുംബങ്ങളാണ് ജലനിധി പദ്ധതിയെ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്നത്. കിണറുകളിൽ പോലും വെള്ളമില്ലാത്ത സാഹചര്യമാണ് പ്രദേശത്ത് നിലവിലുള്ളത്. പലതവണ അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുടിവെള്ളം എടുക്കുന്നത് നമുക്ക് ഇപ്പോൾ വീട്ടിലൊരു കിണറോ മറ്റുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വെള്ളത്തിന് സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ കുടിവെള്ളത്തിന് കണക്ഷൻ എടുത്തത്. അപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നമുക്ക് വെള്ളമില്ല, നല്ല വെള്ളം കിട്ടണേ ഇല്ല. വരുന്ന വെള്ളമാണെങ്കിൽ ഭയങ്കര സ്മെല്ലുള്ള വെള്ളം വരുന്നത്. അതായത് ഇപ്പോൾ ഈ റോഡ് പണി കാരണം അവിടെ ഇവിടെയും കുഴിക്കണ കാരണം നല്ല വെള്ളം വിടാനും ഇവർക്ക് പറ്റണില്ല. ഇവർ പറയണത് പൈപ്പ് പൊട്ടുക എന്നാണ് പറയണത്. റോഡ് പണി നടക്കുമ്പോൾ പൈപ്പ് പൊട്ടാണ്, അപ്പോൾ വെള്ളം ഞങ്ങൾക്ക് വിടാൻ പറ്റുന്നില്ല. എവിടെയെന്ന് കംപ്ലയിൻസ് ഇവർക്ക് മനസ്സിലാവണമല്ലോ. കുറേ നാളായി നമ്മളിപ്പോൾ ഇതിൻ്റെ പിന്നിൽ പറയാൻ തുടങ്ങിയിട്ട് എന്താ വെള്ളം വരാത്ത. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു കിണറൊന്നുമില്ലേ. അപ്പോൾ നമ്മൾ ഈ വെള്ളം കൊണ്ടാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കുടിവെള്ളത്തിൻ്റെ സൗകര്യം റെഡിയാക്കി തരണം. അല്ലാതെ വേറെ നമുക്ക് നിവൃത്തിയില്ല. നമുക്കിപ്പോൾ ഞാൻ കുടിവെള്ളം ഇപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ, ഞങ്ങൾ വീട്ടിലിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ വെള്ളം കൊണ്ടുപോയിട്ട് കുടിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരം തരാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഈ പരാതി സ്വീകരിച്ച് അതിനൊരു മാർഗം കണ്ടെത്തണം. പല കാരണങ്ങൾ പറഞ്ഞ് തങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. അധികാരികൾ പ്രശ്നത്തിലിടപെട്ട് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ KRWSയുടെ നേതൃത്വത്തിൽ ജലനിധി പദ്ധതി നടപ്പിലാക്കി അതുപ്രകാരം 54 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ആ സ്രോതസ്സിൽ നിന്ന് വെള്ളം കിട്ടിയിട്ട് ഏകദേശം 1 കൊല്ലത്തോളമായി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പൈപ്പ് ലൈനെല്ലാം റോഡിനടിയിൽപ്പെട്ടതുകൊണ്ടാണ് കുടിവെള്ളം മുടങ്ങിക്കിടക്കുന്നത്. പല പ്രാവശ്യം പലതരത്തിലും സർക്കാരിലേക്കും MLA, MP, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് തുടങ്ങി ജലനിധിയുടെയും KRWSയുടെയും ഉദ്യോഗസ്ഥന്മാർ എന്നിവർക്കെല്ലാം നിവേദനം കൊടുത്തിട്ടും ഇന്നേ വരെ അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തിയിട്ടില്ല. മാത്രവുമല്ല, ഇതിൻ്റെ KRWS പറയുന്നതനുസരിച്ച് ഇതിന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്ത് KSTPക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുത്തതനുസരിച്ച് KSTP അത് കരാറുകാരന് കൊടുക്കുകയും കരാറുകാരൻ ആ സംഖ്യ കൈപ്പറ്റുകയും ചെയ്തിട്ട് പണി മുടങ്ങി ഇതുവരെ പണിയെടുത്ത് തരാതെ കിടക്കുകയാണ്. അത് വീണ്ടും പരാതി കൊടുത്തപ്പോൾ ആ സംഖ്യ ലാപ്സായിപ്പോയെന്നും അതിന് പകരം പുതിയ എസ്റ്റിമേറ്റ് KRWS ഉണ്ടാക്കി കൊടുത്ത് സ്ഥലത്ത് വന്ന് എല്ലാം കണ്ട് അതിനുവേണ്ട മെഷർമെൻ്റ് എല്ലാം തയ്യാറാക്കി അത് വീണ്ടും സർക്കാരിലേക്ക് സമർപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കുകയും ഇപ്പോൾ KSTP പറയുന്നത് അത് പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്താണ് അത് പണിയേണ്ടത് എന്നാണ് പറയുന്നത്. ആ സംഖ്യ പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇതുവരെയും അത് പണിതിട്ടില്ല. മാത്രമല്ല, രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. അത് സ്രോതസ്സിൽ വെള്ളമില്ലാത്തത് കൊണ്ടല്ല, വെള്ളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. റോഡ് പണി കഴിഞ്ഞതിന് ശേഷം റോഡ് കൊത്തിപ്പൊളിക്കാനോ റോഡിൻ്റെ സൈഡിൽ മാന്താനോ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ ജലനിധി കമ്മിറ്റി ഉള്ളത്. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ സർക്കാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും തയ്യാറാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.